എല്ലാവർക്കും സുഖമല്ലേ? സി വി ടോക്സ് അതാണ് ഈ ഒരു ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ ഈ ഒരു ഷോയുടെ പേര്. ചുമ്മാ തുടങ്ങിയതാട്ടോ. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. സോ ഇന്നെന്താ പറയാം, ഒരു കഥ ചൊല്ലട്ടുമാ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഥ പറയാൻ എനിക്കും ഇഷ്ടമാണ്. എസ്പെഷ്യലി ശരിക്കുള്ള കഥ, ജീവിത കഥകൾ. ജീവിത കഥയിൽ ഇന്ന് അങ്ങനെ ഒരു സ്ത്രീയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ത്രീ എന്നും പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവണമെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥ ആവണം. ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി. ഇവിടെയൊന്നും അല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്, ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ഈ ഫ്ലാഷ് ബാക്ക് നടക്കുന്നത് ഇന്ത്യയിലെ ഒരു വലിയൊരു നഗരത്തിലാണ്, 1970കളിലാണ്. ഈ പെൺകുട്ടി നല്ലൊരു ഫാമിലിയിൽ ഒരു 2-3 സഹോദരന്മാരൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫാമിലിയിലെ ഒരു കുട്ടിയാണ്. സുന്ദരിയാണ് കേട്ടോ. സുന്ദരി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സുന്ദരി. അതായത് അന്നത്തെ ഫിലിം സ്റ്റാർസൊക്കെ നോക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ശ്രീദേവിയുടെയൊക്കെ സൗന്ദര്യമല്ലേ, അതുപോലെ സുന്ദരിയാണ്. അത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. അത്രയ്ക്കൊരു റിച്ച് ഫാമിലി ഒന്നുമല്ല, അവരുടെ അച്ഛനും അമ്മയൊന്നും അത്രയ്ക്കൊരു റിച്ച് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു വലിയൊരു റിച്ച് ഫാമിലിയിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നു. 19-20 വയസ്സേ ആയിട്ടുള്ളൂ, പഠിക്കുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും കോളേജിൽ പോകാനായിട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു റിച്ച് ഫാമിലിയിൽ ഒരു ചെക്കൻ ആളെ കണ്ട് ഇഷ്ടപ്പെടുകയും വീട്ടുകാരോട് പ്രപ്പോസൽ ആലോചിക്കുകയും അങ്ങനെ കല്യാണാലോചനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം ഇത്രയും വലിയൊരു കുടുംബം, ഇത്രയും വലിയൊരു മഹാറാണിയെ പോലെ എൻ്റെ മകൾ താമസിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ അച്ഛൻ ഈ മോളെ കെട്ടിച്ചയക്കുന്നു. അച്ഛനും അമ്മയും അതെ കെട്ടിച്ചയക്കുന്നു. കെട്ടിച്ചയച്ചതിന് ശേഷം, അവിടെ എത്തിയതിന് ശേഷം, പക്ഷെ അതിന് മുമ്പ് ഒരു രസവും കൂടി പറയാം കേട്ടോ. കല്യാണത്തിന് മുന്നേ ഈ പഠിക്കുകയായിരുന്നല്ലോ ആള്, ഫൈനൽ ഇയർ എങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയുടെ പഠനം എന്തായാലും ഡിസ്ട്രപ്റ്റ് ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഇൻലോസും അതേപോലെ വീട്ടുകാരും പറഞ്ഞു കോളേജിൽ പോട്ടെ എന്ന്. അപ്പം എല്ലാ ദിവസവും കോളേജിൻ്റെ പടിവാതിൽക്കൽ ഈ പ്രതിശ്രുത വരൻ, അതായത് കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പം ആ പയ്യൻ അവിടെ വന്ന് നിൽക്കും അത്രേ. അവിടെ വന്ന് നിന്ന് ഈ പെൺകുട്ടീനെ, ഈ നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ടു പോകും. ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരിച്ച് വീട് വരെ കൊണ്ടാക്കും, വളരെ സേഫായിട്ട് കൊണ്ടാക്കും. അതുപോലെ രാവിലെ കോളേജിലേക്ക് പോകുന്ന വഴിക്കും ഇതേപോലെ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് അവിടെ കൊണ്ടാക്കും. ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു പെരുമാറ്റവും കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടാണ്, ഇഷ്ടംപോലെ കാശും പണവും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ട്, നല്ലൊരു അമ്മായിയമ്മയുണ്ട്. പക്ഷെ അവർ ആദ്യം വെച്ച പോയിന്റ് എന്ന് പറയുന്നത് ജോലിക്കൊന്നും പോകണ്ട, മോള് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ നായിക, ഇത് പണ്ടത്തെ സെറ്റിംഗ് ആണല്ലോ, 1970s കഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും, അന്നത്തെ കാലത്ത് അതായിരുന്നു സാഹചര്യം. അപ്പോൾ ജോലിക്കൊന്നും പോകാതെ മരുമോള് വീട്ടിൽ തന്നെ ഇരുന്നു, വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. അധികം താമസിയാതെ 2 കുട്ടികളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഈ അമ്മായിയമ്മ ആയിക്കോട്ടെ, ഈ മരുമകൻ, ഈ ഭർത്താവായിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഈ സുന്ദരിയായ കഴിവുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഈ ഒരു വനിതയോട് അവർ പെരുമാറിയ രീതികൾ വളരെയധികം വേദനിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നുന്ന രീതിക്കായിരുന്നു. ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണം എന്താണെന്നറിയോ, ആളുടെ ഭർത്താവിന് ശരിക്കും പറഞ്ഞാൽ ചെറിയ തരത്തിൽ മാനസിക രോഗം ഉണ്ടായിരുന്നു. എന്ത് മാനസിക രോഗം എന്നല്ലേ പറയാം, സംശയരോഗം. സ്വന്തം ഭാര്യ, ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ, ഒബ്വിയസ്ലി സൗന്ദര്യം ഒരു ശാപം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. തിരിച്ചു വന്നതിന് ശേഷം ഭർത്താവ് ചോദിക്കും, നീ എന്തിനാണ് ആ കടക്കാരനെ നോക്കി ചിരിച്ചത്? ചോദ്യത്തിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. ചോദിച്ചതിന് ശേഷം ഞാൻ ചിരിച്ചു അല്ലെങ്കിൽ ഞാൻ ചിരിച്ചില്ല, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ കാരണങ്ങൾ. ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ ബെൽറ്റില്ലേ, ആ ബെൽറ്റ് എടുത്തിട്ട് ഊരി അടിക്കും. ഇങ്ങനെ ഒരു ആഴ്ചയിൽ മിനിമം ഒരു 2-3 അടിയുടെ ഒരു കാര്യമാണ്. അതായത്
ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ സ്വത്താണ്. ഓക്കെ, എൻ്റെ മാത്രം സ്വത്താണ്. ഈ എൻ്റെ സ്വത്തിനെ ഞാൻ വേറൊരാൾക്ക് കാണാൻ പോലും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും സാധിച്ചിട്ടില്ല. ഈ ബെൽറ്റ് കൊണ്ടുള്ള അടി മാത്രമല്ല കേട്ടോ, മറ്റു പല രീതിയിലുള്ള ആക്രമണങ്ങളും അടികളും. പിന്നെ അയാൾക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ സിഗരറ്റിൻ്റെ സ്റ്റബ് വെച്ചിട്ട് കുത്തുക, വേദനിപ്പിക്കുക, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ആ സ്ത്രീ ഏറ്റുവാങ്ങി. 21 വയസ്സിലെങ്ങാണ്ടാണ് കല്യാണം കഴിഞ്ഞത്. ഏകദേശം 30 വയസ്സ് വരെ അവർ സഹിച്ചു ഇതെല്ലാം. വീട്ടുകാരോടൊക്കെ ചെന്ന് പറയുമായിരുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ, സാധാരണ അന്നത്തെ സൊസൈറ്റിയിൽ എല്ലാവരും പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ. ഭർത്താവല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, ഭർത്താവല്ലേ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അവനെ സ്നേഹിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും എന്ന് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങളൊന്നും സ്നേഹിച്ചാൽ മാത്രം ശരിയാവില്ല, എസ്പെഷ്യലി മാനസിക രോഗമുള്ളവർ. ഇനി ഇതിന് ശേഷം സംഭവിച്ചത് ഒരു ലൈഫ് ഹിസ്റ്ററി ആയിട്ട് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സ്ത്രീ അതിനുശേഷം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിനോടുകൂടി തീരുമാനിച്ചു, ഓക്കെ ഇനി എനിക്ക് ഈ ഒരാളുടെ കൂടെ ജീവിക്കണ്ട. വളരെ സ്ട്രോങ് ആയിട്ട് ആ വീട് വിട്ടിറങ്ങി ഓടി. ഒപ്പം 2 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടണമെന്ന് കരുതിയെങ്കിലും എടുക്കാൻ പറ്റിയില്ല, അവർ സമ്മതിച്ചില്ല. സ്വന്തം മക്കളെ, 2 ആൺകുട്ടികളെ അവർ പിന്നീട് കാണുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ അവർ ചെയ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നാട് തന്നെ വിടുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു സുന്ദരിയായ വനിത വിവാഹം കഴിപ്പിച്ചയച്ചു, ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ, അത് തന്നെയാണ് അവളുടെ കുഴപ്പം തന്നെയാണ് എന്നാണ് സമൂഹം മുഴുവൻ പറയുന്നത്. 2, ഈ സുന്ദരിയായ വനിത തിരിച്ച് വീട്ടിലെത്തി ഡൈവോഴ്സി ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം വീട്ടുകാർക്കും ഇതൊന്നും അക്സെപ്റ്റബിൾ ആവുന്നില്ല. സ്വന്തം സഹോദരി തന്നെ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ ഒരു ഭാരമായിട്ട് വന്നിരിക്കുന്നത്, നിനക്ക് വേറെ എവിടെയെങ്കിലും പൊയ്ക്കൂടെ എന്ന് പറഞ്ഞു. കൂടാതെ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആൾക്ക് സ്വന്തമായിട്ട്, അതായത് ആളുടെ ഒരു ലൈഫ് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ആൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്ന് വിചാരിച്ചിട്ട് ആൾ ഒരു ജോലിക്ക് കയറി. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത്, അതായത് മറ്റൊരു രാജ്യത്ത് അങ്ങനെ ഒരു ജോലിക്കുള്ള ഒരു ഓഫർ വരികയും അങ്ങനെ ഇന്ത്യ വിടുകയും ചെയ്തു. ഇന്ത്യ വിട്ടു. ആ രാജ്യത്ത് ഇവിടെ ജോലിക്ക്, ഇവിടെ അത്യാവശ്യം കുറച്ചൊരു നല്ലൊരു ജോലിയിലിരുന്ന ആൾ അവിടെ ചെന്നതിന് ശേഷം കിട്ടിയ ജോലി എന്താണെന്നറിയോ? സെയിൽസ് ഗേൾ ആയിട്ടാണ്. ഒരു കടയിലെ, ഒരു വലിയൊരു മോളിലെ സെയിൽസ് ഗേൾ ആയിട്ടാണ്. ഒരു വലിയ അത്യാവശ്യം ഡീസൻറ്റ് ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അവിടെ കിട്ടിയത് ഈ ജോലിയാണ്. അതെങ്കിലും അത് ജീവിക്കാൻ തീരുമാനിച്ചു. സെയിൽസ് ഗേളായിട്ട് കയറിയ ആൾ പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് സൂപ്പർവൈസറായി. ആളുടെ കഴിവ് കൊണ്ട് സൂപ്പർവൈസർ ആയതിനു ശേഷം ആ കടയുടെ തന്നെ ഇൻചാർജായി, മാനേജറായി, വെറും ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ. സ്വന്തം കഴിവുകൾ ഇങ്ങനെ തെളിയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, എസ്പെഷ്യലി ഒരു സുന്ദരിയായ ഒരു പെണ്ണും കൂടിയാണെങ്കിൽ നാട്ടുകാർക്ക് പറഞ്ഞുണ്ടാക്കാൻ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു ഇവൾക്ക് പ്രൊമോഷൻ കിട്ടിയത് ഇവളുടെ മാനേജറുമായിട്ടുള്ള ഇവളുടെ അടുപ്പം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇവളുടെ ബോസുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് എന്ന് വരെ നാട്ടുകാർ പറഞ്ഞു, അവിടെ ഉള്ളവരും പറഞ്ഞു, കൊളീഗ്സും പറഞ്ഞു. പക്ഷേ ഷീ നെവർ ബോതേർഡ് അബൌട്ട് ഓൾ ദാറ്റ്. ഷീ ജസ്റ്റ് വെന്റ് അഹെഡ് ബിക്കോസ് ഷീ വാസ് റൈറ്റ് ഇൻ ഹർ ഓൺ ടേംസ്. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നു. 37ാമത്തെ വയസ്സിൽ ആ കടയിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്ന വേറൊരു രാജ്യത്തെ വേറൊരു പൗരൻ, മറ്റൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, ആ കൺട്രിയിൽ നിന്നുള്ള ഒരു പൗരനെ മീറ്റ് ചെയ്യുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. അയാൾക്ക്, ആ വിവാഹം കഴിച്ച ആൾക്ക് മക്കളുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ മക്കളില്ല. പക്ഷെ ഒഫീഷ്യലി ഇവരുടെ അടുത്തില്ലെങ്കിൽ പോലും ഇവരെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഒന്നിച്ച് ജീവിച്ച് പിന്നീട് അങ്ങോട്ടുള്ളൊരു 10-15 വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഇവർ നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് പഠിച്ചു. ഗവൺമെൻറ്റിൽ തന്നെ ഇതിനുശേഷം ഇവർ ലണ്ടനിൽ പോയി സെറ്റിൽ ആവുകയും ലണ്ടനിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുകയും അവിടെ ഒരു നല്ലൊരു പൊസിഷനിലിരുന്ന് റിട്ടയർ ആവുകയും അതിനുശേഷം കൂടാതെ ഒരുപാട് ഇപ്പോൾ കമ്പനീസിന് കൺസൾട്ടൻ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആളായതുകൊണ്ടും പേഴ്സണലി എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അവരുടെ പേരും ഡീറ്റെയിൽസും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ദിസ് ഇസ് എ റിയൽ സ്റ്റോറി.
ഈ സ്റ്റോറി എന്നോട് ഒരു ദിവസം ഇരുന്ന് മുഴുവൻ പറഞ്ഞതിന് ശേഷം ആൾ എന്നോട് പറഞ്ഞു, എൻ്റെ കഥ ഇൻഫാക്ട് ഇത് ഞാൻ കഥ പറഞ്ഞത് അത്ര ശരിയായിട്ടൊന്നുമില്ല, 10 മിനിറ്റ് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇൻഫാക്ട് വി സ്പോക്ക് ഫോർ അവേഴ്സ് ടുഗെദർ, ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് ഓഫ് ദ ലൈഫ്. എൻ്റെ കഥ സിനിമയാക്കുകയാണെങ്കിൽ വലിയ കഥയായിരിക്കുമല്ലേ എന്നോട് പറയുകയും ചെയ്തു. ഇതിനിടയിൽ പറഞ്ഞ ഒരു പ്രധാന ഡയലോഗായിരുന്നു ഈ ഡയലോഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്, ലവ് ഈസ് ബ്ലൈൻഡ്, റൈറ്റ് ചന്ദ്ര എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബ്ലൈൻഡ്. ഇറ്റ് ഈസ് ബ്ലൈൻഡ് അൺടിൽ യു റിയലൈസ് വാട്ട് ഈസ് ബ്ലൈൻഡ്നെസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഈ പ്രണയിക്കുന്നതിൻ്റെ പേരിൽ പലപ്പോഴും പല ആൾക്കാരും കാട്ടിക്കൂട്ടുന്നത്, എസ്പെഷ്യലി ചില ലെവൽസ് ഓഫ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സാണ്. ശരിക്കും തീവ്രമായിട്ടും നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരങ്ങനെയാണോ ഇവരിങ്ങനെയാണോ. നേരത്തെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ ഒരു കുഴപ്പമുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വത്താണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതായത് ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി. ഓക്കെ, എന്തോ നമ്മൾ കടയിൽ പോയിട്ട് കാശ് കൊടുത്തപ്പോൾ ഈ പേന ഞാൻ മേടിച്ചെന്ന് വിചാരിക്കുക, ഇത് എൻ്റെതാണ്. ചിലരുണ്ട് പേനയിൽ പേരൊക്കെ എഴുതി വെക്കും, ദിസ് ഈസ് മൈൻ എന്ന് പറഞ്ഞു. പേരുകളൊക്കെ പേരെഴുതി വെക്കാം. ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് പേരെഴുതി വെക്കാൻ പറ്റുന്നത്? ഈ പേര് നമ്മളാണോ എഴുതി വെക്കേണ്ടത്? ഈ പേര് എഴുതേണ്ടത് അവരുടെ ഉള്ളിൽ നിന്നും തോന്നുന്നതല്ലേ പേരെന്ന് പറയുന്നത്. ഈ റെസ്പെക്റ്റ്, ലവ്, കെയർ, ഇതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ആ പേര്. ഒരിക്കലും ഒരാണിനും പറയാൻ പറ്റില്ല ഇവൾ എൻ്റേതാണ്, ഷീ ഈസ് മൈ പ്രോപ്പർട്ടി എന്ന് ഒരാണിനും ഒരു പെണ്ണിനെ നോക്കി പറയാനും പറ്റില്ല. തിരിച്ചും ഒരു പെണ്ണിനും ഒരു ആണിനോട് പറയാനും പറ്റില്ല ഷീ ഈസ് മൈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹീ ഈസ് മൈ പ്രോപ്പർട്ടി എന്ന്, ഹീ ഈസ് മൈൻ എന്ന്. അതേസമയം നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, യു ക്യാൻ ആക്ച്വലി ഏൺ ദാറ്റ് ഫീലിംഗ്. അതൊരു ഏർണിങ്സ് ആണ്. നിങ്ങൾ ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബൈ ഗിവിങ് മോർ ദാൻ ടേക്കിങ്. നമ്മൾ ഗിവ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രണയം അല്ലെങ്കിൽ സ്നേഹം മറ്റൊരാൾക്ക് നൽകുമ്പോൾ, നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി നമ്മൾ ഏൺ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നൽകുമ്പോൾ, ദി അതർ പേഴ്സൺ ആക്ച്വലി ഏൺസ് ഇറ്റ് ആൻഡ് ഹീ ഓർ ഷീ ഏൺസ് ഇറ്റ് when they deserve it. മൊത്തം കോംപ്ലിക്കേറ്റ് ചെയ്തല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരിക്കലും പ്രണയം ഇങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ കിട്ടേണ്ട ഒന്നാണ്. അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? നമ്മൾ മറ്റൊരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ വേറൊരാളെ പ്രണയിക്കുന്നു, അതിൽ നിന്നും അവർക്ക് തോന്നുന്ന ഒന്നാണ് പ്രണയം. സോ ഡസൻറ്റ് മീൻ ലൈക്ക് യു ആർ മൈൻ എന്ന് പറയുന്നതിനേക്കാളും ഐ എം യുവേഴ്സ് എന്ന് പറയുമ്പോഴാണ് ശരിക്കുള്ള പ്രണയം ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഐ എം യുവേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. വേറൊരാളെ നമ്മളെ കൊണ്ട് പ്രണയിപ്പിക്കുക എന്ന് പറയുന്നത്, നമ്മളോട് പ്രണയം തോന്നിപ്പിക്കുക എന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി ടഫ്. ഇറ്റ്സ് നോട്ട് ഈസി, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ സെൻസിബിൾ വുമൺ. മോസ്റ്റ് വിമൻ ആർ സെൻസിബിൾ ബൈ ദ വേ. ഇമോഷണൽ ആണെന്നേ ഉള്ളൂ കുറച്ചൊക്കെ. എനിവേ, ഞാൻ ഇന്നത് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും പ്രണയവും ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ മാനസിക രോഗവും, അതായത് OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, സംശയ രോഗം, റിലേഷൻഷിപ്പ് ROCD എന്നൊക്കെ പറയും, റിലേഷൻഷിപ്പ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. ഒരിക്കലും ഒരു ബോയ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീഡത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലവായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ആലോചിച്ച് നോക്കുക, ഒരുപാട് എക്സാമ്പിൾസ് അതിനുണ്ട്. ചിലരുണ്ട് ഫോൺ എടുത്ത് എപ്പോഴും ഇത് എൻ്റെ ഫോണും കൂടിയാണ്, ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക, അല്ലേ? നീ എന്തിനാണ് ഈ മെസ്സേജ് ഇയാൾക്ക് അയച്ചത് എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരിക്കലും അല്ല, സ്നേഹമല്ല അതിൻ്റെ പേര്. യു ഓൾസോ ഹാവ് യുവർ ഓൺ പ്രൈവസി. മെനി വിമൻ ഡു നോട്ട് നോ ദാറ്റ്. യു നീഡ് നോട്ട് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ്, ആര് പറഞ്ഞു നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഭർത്താവിന് അറിയണമെന്ന്? ചില പെണ്ണുങ്ങൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് ചിരി വരും ചിലപ്പോൾ, എൻ്റെ ഭർത്താവിനെ അറിയുള്ളൂ എൻ്റെ പാസ്വേഡൊക്കെ. യു നോ വാട്ട്, എവറി ഇൻഡിവിജ്വൽ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഫസ്റ്റ്. ഈ ഇൻഡിവിജ്വലിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ലൂസ് യുവർ ഇൻഡിവിജ്വാലിറ്റി. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾ കളയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ആൻഡ് ആസ് ഐ സെഡ്, ലവ് ഇസ് ഡെഫിനറ്റ്ലി ബ്ലൈൻഡ്, ബട്ട്
ഡു നോട്ട് ബ്ലൈൻഡ് യുവർ സെൽഫ് ബൈ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് റിയൽ ലവ് ഇസ്. ശരിക്കുള്ള പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് അമേസിങ്. ഇറ്റ് ജസ്റ്റ് gives you freedom, it gives you so much of things. It's actually something which you fill yourself with. ഒരു ലവ്, ശരിക്കുള്ള ഒരു പ്രണയമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രണയം ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും താഴോട്ട് പോവില്ല, നിങ്ങൾ ഉയരത്തേ ഉള്ളൂ. ദോ വി സേ ദാറ്റ് വി ഫോൾ ഇൻ ലവ്, വി ഡോണ്ട് ആക്ച്വലി ഫോൾ ഇൻ ലവ്. നമ്മളുടെ ഈഗോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, പക്ഷേ വി ആക്ച്വലി റൈസ് ഇൻ ലവ്. ഒരു നല്ലൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹിയർ ഓഫ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് among people. നമ്മൾ എത്രയോ സ്റ്റോറീസ് അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. തിരിച്ചും അതേപോലെ പെൺകുട്ടിക്കാണെങ്കിൽ അതുപോലെ തന്നെ. സോ മൈ ഡിയർ ഗേൾസ് ആൻഡ് വിമൻ ഔട്ട് ദെയർ, fall in love, definitely it's a lovely feeling, but always realize if that love is painful or not. ആവശ്യമില്ലാതെ പെയിൻ നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. ലവിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫിസിക്കലിയോ മെൻ്റലിയോ നിങ്ങൾക്കൊരു ടോർച്ചർ ഉണ്ടാവാനെന്ന് തോന്നുകയാണെങ്കിൽ യു റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ലവ്. അതൊരിക്കലും ഒരു ലവ് അല്ല. ഓക്കെ, സോ അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്, ബൈ ബൈ ഫ്രം സിരി.